ചോദ്യം ആശയോടാണ്. ആശ മാതൃഭൂമിയിലെ ഇന്റേൺഷിപ്പല്ലേ? അതെ. അതിന് പോയി, അതിനുശേഷം അവിടെ തുടർന്നോ? ഇല്ല. 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 ഇദ്ദേഹത്തിനെ കല്യാണം കഴിച്ചതിന് ശേഷം അവിടെ നിർത്തി? അതിന് മുന്നേ നിർത്തി. പിന്നെ അതിനുശേഷം എന്ത് ചെയ്തു? പിന്നെ കുറച്ച് നാള് ദേശാഭിമാനിയിലുണ്ടായിരുന്നു. പത്രത്തിലാണോ? പത്രത്തിൽ തന്നെ. പിന്നെ ആകാശവാണി കൊച്ചി FM കുറച്ച് നാള് സമകാലികം പരിപാടി ചെയ്തിട്ടുണ്ട്. ശരിയാ. പിന്നീട് സ്വന്തമായി ഒരാഗ്രഹമായിരുന്നു, സ്വന്തമായ ഒരു മാഗസിൻ, പരിസ്ഥിതി വനം മാഗസിൻ തുടങ്ങണം എന്നുള്ളത്. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒരു മേഖലയാണ് സ്വന്തം ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുക എന്നുള്ളത്. വലിയ പ്രയാസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ പലതിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക്, കാരണം ഒരു പത്രം ഓഫീസിൽ നിന്ന് എഴുതുമ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. അതല്ല, ഇതിന്റെ സർക്കുലേഷൻ, ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ട് തുടങ്ങിയതിലും വേഗത്തിൽ പൂട്ടേണ്ടി വന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു സംസ്ഥാന സർക്കാരിന്റെ മികച്ച മാഗസിനുള്ള അവാർഡ് വാങ്ങാനുള്ള ഭാഗ്യവും ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് കല്യാണത്തിന് ശേഷം അതെല്ലാം വെച്ച് പൂട്ടി. ഇദ്ദേഹത്തിന്റെ കമന്ററി തുടങ്ങി, പിന്നെ ഗൃഹനാഥയായിട്ടങ്ങ് തുടർന്നു. കുട്ടികള് അത്യാവശ്യം സ്പോർട്സ് ഒക്കെ കൊണ്ട് നടക്കുന്നവരാണ്. അവര് നീന്തല്, വോളിബോള് അതെല്ലാം സ്റ്റേറ്റ് ലെവലും നാഷണലൊക്കെ കളിക്കുന്ന കുട്ടികളാണ്. അപ്പൊ ആരെങ്കിലും എന്താ പറയണ, നമ്മൾ പറയൂലേ ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാവുള്ളൂ. അപ്പൊ ഇവർക്കൊക്കെ വളമാവാന്ന് വിചാരിച്ചു. ഇദ്ദേഹം എങ്ങനെയാണ് ഈ വീട്ടിലിങ്ങനെ ഈ കമന്ററി ഇതൊക്കെ പറയുമോ? അതോ ആശയുടെ അടുത്ത് ആഹാരം കൊണ്ടുവരാൻ പറയുന്നത് ഇങ്ങനെ ഈ കമന്ററി രൂപേണ വല്ലതും പറയുമോ? അല്ല, കമന്ററിക്ക് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനേക്കാളും ശബ്ദം കുറച്ചായിരിക്കും സംസാരിക്കുന്നത്. എനിക്ക് ആ ദോശ ഒന്ന് തരുമോ എന്നൊക്കെ ആയിരിക്കും. അങ്ങനെയൊന്നും ഒരിക്കലില്ല. എങ്ങനെയായിരിക്കും ഷൈജു പെട്ടെന്ന് എനിക്ക് ആഹാരം വേണം കൊണ്ടുവരാൻ ഈ കമന്റേറ്ററായിട്ട് ആശയുടെ എങ്ങനെ പറയും? വളരെ ഞാനിപ്പോഴും ഈ പറയുന്ന പോലെ എനിക്കൊരു ക്ഷമയോടെ ഒരു കാര്യം പ്രവർത്തിക്കുക നേരത്തെ പറഞ്ഞു അതില്ല. അപ്പൊ സമയമായിട്ടും ഞാനിങ്ങനെ കുളിച്ച് റെഡിയായി വന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്ക്, എന്താ പുട്ടാണോ, എന്നാ ഇച്ചിരി കഞ്ഞി കുടിക്കാം. അതായത് മാക്സിമം എങ്ങനെ ആശയെ ചൊറിയാം എന്നുള്ളതാണ്. ചെറിയല്ല, ബുദ്ധിമുട്ടിക്കാം. അതിന്റെ പേര് മിക്കവാറും ഒരു ലോകയുദ്ധം തന്നെ ആ ഡൈനിങ് ടേബിളിൽ നടക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇന്റർ കാസ്റ്റ് മാരേജ് ആണല്ലേ? അതെ. അതെങ്ങനെയാണ്? വീട്ടുകാർ സമ്മതിച്ചോ? അതെ. ഷൈജു ഹിന്ദുവും ആശ മുസ്ലിമുമാണ്. അപ്പൊ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ഈ സ്പാർക്ക് വന്നെങ്കിലും. ഇത് ഏത് വർഷമായിരുന്നു? 2000 മില്ലേനിയം കല്യാണം. മില്ലേനിയം 2000. അപ്പോ തീർച്ചയായിട്ടും രണ്ട് കുടുംബങ്ങളിലും ഒരു മാനസികമായി കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അടുത്ത ആളുകളെല്ലാം ഉണ്ടാവാം രണ്ട് കുടുംബങ്ങളിലും. പക്ഷെ ഏറ്റവും ഭംഗിയായിട്ട് നടന്ന കല്യാണമാണ്. രണ്ട് കുടുംബങ്ങളുടെയും പിന്തുണയോടെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത്. എനിക്ക് തോന്നുന്നു കലൂരിലെ AJ ഹാളിൽ അന്ന് ഞങ്ങളുടെ കല്യാണത്തിന്, അന്ന് ഈ പറയുന്ന 22 വർഷം മുൻപ് ഞങ്ങളുടെ കല്യാണത്തിന് അത്രമേൽ എന്താ പറയുക ഒരു ജനപങ്കാളിത്തമായിരുന്നു. കാരണം വെച്ചാൽ ഒരു അത്യാവശ്യം സാമൂഹിക പൊതുപ്രവർത്തന കാഴ്ചപ്പാട് നിന്നാണ് ആശയും ആശയുടെ ഫാമിലിയും ഒക്കെ വരുന്നത്. ഞാനന്ന് പത്രപ്രവർത്തനം. അപ്പൊ ഈ സമൂഹമായിട്ടുള്ള ബന്ധവും പിന്നെ ഒരു മതേതര കല്യാണമാണ്, ഒരു സെക്യുലർ ജീവിതം ആരംഭിക്കുന്ന രണ്ടാളുകൾ. ഒരുപാട് പിന്തുണ കിട്ടിയിരുന്നു. നല്ല കാര്യമല്ലേ? ആശ പാട്ട് പാടുമോ? ഇല്ല. ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് ഇവിടെ വന്നിട്ടുള്ളവരെ ഒക്കെ പാടിച്ചിട്ടേ ഇല്ല. ആശ പാട്ടിന്റെ പക്ഷെ നല്ല ആസ്വാദകയാണ്, നന്നായിട്ട് പ്രസംഗിക്കും. പക്ഷെ പാട്ടിന്റെ കാര്യത്തിൽ മാത്രം മൂളിപ്പാട്ട് പോലും ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഒരു പാടാൻ ഇതേവരെ ശ്രമിച്ചിട്ടില്ല. പക്ഷെ ഷൈജു ഇപ്പൊ പാടിയ അവളുടെ കൃത്യമായിട്ട് പാടിയല്ലോ. ഏതാണ് സാധാരണ മൂളിപ്പാട്ട് പാടാറുള്ളത്? ഇഷ്ടമുള്ളൊരു പാട്ട്? ഞാൻ സത്യം പറഞ്ഞാൽ പക്ഷെ എനിക്ക് ആ ചോദ്യത്തിന് അങ്ങ് അനുവദിക്കുമെങ്കിൽ, അങ്ങ് ഉത്തരം പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ സിനിമയെയും പാട്ടുകളെയും അങ്ങേയറ്റം ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും അതൊരു പാഷനായി കൊണ്ട് നടക്കുകയും ചെയ്യുന്ന ആളാണ് ഷൈജു ദാമോദരൻ എന്ന് വാസ്തവത്തിൽ 99% മലയാളികൾക്കും അറിയില്ല. ഇപ്പൊ തന്നെ ഇപ്പൊ അങ്ങ് എന്നോട് ചോദിച്ചാൽ, ഇപ്പൊ അങ്ങ് എൻ്റെ മുമ്പിലിരിക്കുന്നു, അസംഖ്യം ഗാനങ്ങൾ മലയാള സിനിമയ്ക്ക് പാടിയ ഒരാളാണ് അങ്ങ്. അങ്ങയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അങ്ങ് സിനിമയിൽ പാടിയ ഒരു പാട്ടല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതാണ് ഞാൻ പറയുന്നത്. എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും വേറിട്ടൊരു വഴിയിലൂടെ സഞ്ചരിക്കുന്നതാണ്. പലർക്കും പല. ശ്രീമാരേട്ടൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടെന്ന് വെച്ചാൽ, സാമവേദം നാവിലുണർത്തിയ സ്വാമിയേ
എന്നെ സ്വരപൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യദയാനിധിയേ കൽപ്പാന്തമിഴീതൽ തുറന്നീടണേ. ഇരുമുടി നിറയുമീ ദുരിതം അകലണേ. ഇഹപരശാന്തി തൻ അമൃതം പകരണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയേകിടേകണേ. കൈതരൂ വെരി കൺഗ്രാറ്റ്സ്. വേറൊന്നുമല്ല, ഒരു കമൻറ്റേറ്റർ എന്നുള്ള രീതിയിലാണ് ഞാൻ ഷൈജു എന്നെ ഞാൻ കണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും മനോഹരമായിട്ട് പാടും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ഒരുപക്ഷെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പോലും വിചാരിക്കില്ല. കാരണം ദിസ് ഇസ് എ കോംപ്ലിക്കേറ്റഡ് സോങ്. അതിനകത്ത് ഒരുപാട് ഓഫ് നോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാടണമെങ്കിൽ പഠിച്ച ഒരാളിനെ പാടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ എവിടെങ്കിലും ഒരു ചെറിയ പിഴവ് വരും. ശ്രീമരട്ടെ, ഇതിനകത്തെ ഈ വിശ്വാസത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഞാൻ പറഞ്ഞില്ല, നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതെ, ഇതിനെ നമുക്ക് നമ്മുടെ പ്രേക്ഷകർ, നമ്മൾ ഈ പറയാം നേടാം പണം നേടാൻ പരിപാടി ഇപ്പോൾ ലോകമെമ്പാടും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പല തരത്തിലുള്ള ആളുകളാണ്, പല വിശ്വാസികളുണ്ടാവും. പക്ഷെ അവരോടൊക്കെ എനിക്കും ശ്രീകുമാരേട്ടൻ്റെ അനുമതിയോടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഒരു പാട്ടിനെ കുറിച്ച് പറഞ്ഞു. കോയമ്പത്തൂരിലൊരു പയ്യൻ സെറിബ്രൽ പാൾസി ബാധിതനാണ്. മലയാളി പയ്യനാണ്, കണ്ണൂരുകാരനാണ്, സെറിബ്രൽ പാൾസിയാണ്. സുജിത്ത് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എന്നെ നിരന്തരം വിളിക്കും. കാരണം അച്ഛൻ വിളിക്കുന്നത് എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ അത് എനിക്ക് ശ്രീമാരേട്ടനെന്ന് മനസ്സിലാവും. കാരണം അങ്ങേക്ക് ഇതേപോലുള്ള കോളുകൾ ഒരുപാട് വന്നിട്ടുണ്ടാവും. എൻ്റെ മകൻ സാധാരണ കുട്ടികളെ പോലെ പെരുമാറുന്നതും ശബ്ദിക്കുന്നതും അവൻ ചലിക്കുന്നതും ചലനമുണ്ടാക്കുന്നതും ഒക്കെ സാറിൻ്റെ കമൻട്രി കേൾക്കുമ്പോൾ മാത്രമാണ്. എൻ്റെ കമൻട്രിയാണ് വാസ്തവത്തിൽ ആ പയ്യൻ്റെ ഒരു എനർജി ദായകമായിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ചുറ്റി നിൽക്കുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്നത് പാട്ടാണെങ്കിലും കമൻട്രി ആണെങ്കിലും അത് എന്താ പറയുക, സന്തോഷത്തോടെ ഒന്നേ ഉള്ളൂ, ശബ്ദം. തീർച്ചയായിട്ടും.